എല്ലാവരും എന്തൊക്കെ പറയുന്നു? ഞാനേ ഇന്നൊരു പൊതിച്ചോറ് കഴിക്കാൻ എനിക്ക് തോന്നി. അപ്പം നമുക്ക് വീട്ടിലൊരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? നമുക്ക് അതിനുള്ള ഇലയെല്ലാം വെട്ടാൻ പോകും. ഒരുമിച്ച് വെട്ടാൻ പോകും. കത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇല വെട്ടാൻ പോകും. വായോ. ഇവിടെ വാഴയില കിട്ടിയിട്ടുണ്ട്. ഈ വാഴയിൽ നിന്ന് നമുക്ക് ഇല വെട്ടിയാലോ? ഒരുമിച്ച് വെട്ടാം. നോക്കൂ. അങ്ങനെ വാഴയിലയെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള വാഴയില ഞാൻ എടുത്തേ. ഇനി നമുക്കിത് വെച്ച് പൊതിച്ചോറുണ്ടാക്കാൻ പോവാം. വായോ. നമ്മൾ ഇല വാട്ടിയെടുക്കുകയാണ്. നമ്മൾ നല്ല ഇതായിട്ട് വാട്ടിയെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഇലയെ നല്ല രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് വിളമ്പിയാലോ? ചൂട് ചോറ്. ഇനി നമുക്ക് ഓരോരോ കറികളായിട്ട് വെച്ചാലോ? നല്ല കൂർക്കത്തോരൻ. കൂർക്കത്തോരൻ നമ്മുടെ ചോറിലേക്ക് വെക്കുന്നത് കേട്ടോ. നല്ല കക്കായ ഇറച്ചി. നല്ല കേട്ടോ, നല്ല കക്കായ ഇറച്ചി. മീൻ, പുളിയുള്ള മീൻ കറി. നമ്മുടെ ചോറ് നല്ല രസമുണ്ടല്ലേ ഗൈസ്? നമുക്കൊരു മീൻ വറുത്തത് വെക്കണ്ടേ? നല്ല ചൂട് മീൻ വറുത്തത്. ഇതെല്ലാം കഴിഞ്ഞാലും ഒരു മുട്ട വറുത്തതില്ലാതെ എന്ത് ചോറ്? മീൻ പൊരിച്ചത്. നല്ല ചൂട് മുട്ട വറുത്തത്. ഇനി നമ്മുടെ മെയിൻ പാട്ടായ നമ്മൾ കല്ലിലരച്ച നല്ല ചമ്മന്തിയും കൂടെ വെച്ചാൽ നമ്മുടെ പൊതിച്ചോറ് അങ്ങനെ റെഡിയാകുന്നു. നമ്മുടെ പൊതിച്ചോറ് കൂടെ വെച്ചേക്കുന്നു. അത് നല്ല കട്ട ചമ്മന്തിയും കൂടെ വെച്ച് നമ്മുടെ പൊതിച്ചോറ് റെഡി. പൊതികെട്ടാം. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതെല്ലാം കൂടെ ഒരു മിക്സ് ആകട്ടെ. എന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. കഴിക്കുമ്പോൾ നിങ്ങളെ കാണിക്കാതെ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് തുറന്നാലും കഴിച്ച് നോക്കാം. കായും കൂർക്കത്തോരനും മുട്ടയും മീനും എല്ലാം കൂട്ടി കഴിക്കാം. നല്ല ചോറും ചമ്മന്തിയും കക്കായും മീനും എല്ലാം കൂട്ടി ഇങ്ങനെ ഇളക്കി പിടിച്ച് നിങ്ങൾക്ക് വേണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. മക്കളെ ബൈ.